Hi all, we are going to discuss about vitamins in today's session. We know that vitamins are organic compounds which are essential for the normal health and growth of animals. അല്ലേ? അപ്പോൾ പിന്നെയുള്ള സ്പെഷ്യാലിറ്റി എന്താണ്? They require in very small quantities. നമ്മൾ നോർമലി ഫുഡ് കഴിക്കുമ്പോൾ അതിനകത്ത് നോർമലി ഓൾമോസ്റ്റ് ഓൾ ദ വൈറ്റമിൻസ് ഇൻക്ലൂഡ് ചെയ്യണമെന്നാണ് നമ്മൾ പറയാ in our diet because മറ്റൊരു റീസൺ കൂടി ഉണ്ട് അതിന്. എന്തുകൊണ്ടാണ്? Except vitamin D, these are not synthesized inside our body. നമ്മുടെ ബോഡിക്ക് അകത്ത് സിന്തസൈസ് ചെയ്യപ്പെടാത്ത ആൾക്കാരാണ് വൈറ്റമിൻസ് എന്ന് പറയുന്നത്. ബട്ട് ദേ ആർ റിക്വയർഡ് ഓൺലി ഇൻ മൈക്രോ ക്വാണ്ടിറ്റീസ്. ഓക്കെ, വളരെ ചെറിയ ക്വാണ്ടിറ്റി മാത്രമേ ആവശ്യമുള്ളൂ. ബട്ട് ഇറ്റ് ഹാസ് ടു ബി സപ്ലൈഡ് ത്രൂ അവർ ഡയറ്റ്. ഓക്കെ, അപ്പോൾ പിന്നെന്താ? ആബ്സെൻസ് ഓർ ഡെഫിഷ്യൻസി കോസസ് സ്പെസിഫിക് ഡിസീസസ്. ക്ലാസിഫിക്കേഷൻ നോക്കാം. They are classified as water soluble and fat soluble vitamins. Okay, അതില് B and C ആണ് എന്ത് വരുന്നത്? water soluble vitamins വരുന്നത്. വൈറ്റമിൻ ബി എന്ന് പറയുന്നത് ബി കോംപ്ലെക്സ് എന്നാണ് പറയാം. എന്തുകൊണ്ടാന്ന് വെച്ചാൽ it contains a group of vitamins B1 to B12. 12 ആൾക്കാരുണ്ട് ബി കോംപ്ലെക്സിൽ. അപ്പോൾ അവരെ ഓൾ ടുഗദർ അവരുടെ ഫംഗ്ഷൻസ് ഒക്കെ സെയിം ആയതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് ഒരു ഗ്രൂപ്പ് ആക്കിയിട്ട് ബി കോംപ്ലെക്സ് എന്നാണ് പറയാം. ഇനി അതിന്റെ സ്പെഷ്യാലിറ്റി നോക്കാം. They are not stored for very long time in the body. They are not stored for very long time. They dissolve in water and they are not stored for very long time. Then the excess amounts are excreted in the urine. Suppose നമ്മൾ excess consume ചെയ്താൽ അതെന്തെയും? It is excreted in the urine. യൂറിനിലേക്കൂടെ പുറത്തേക്ക് പോയിക്കോളും. അതുകൊണ്ട് തന്നെ എന്ത് വേണം? They must be frequently be replaced. Okay, they must be replaced frequently. Okay, അപ്പോൾ വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻസ് ആരാണ്? ബി കോംപ്ലെക്സ് ആൻഡ് സി ആണ് വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻസ്. സ്പെഷ്യാലിറ്റി എന്താ? എന്തുകൊണ്ടാണ്? ബിക്കോസ് they dissolve in water. പിന്നെ they cannot be stored for long time in the body. So and the excess amount is excreted in the urine. Suppose നമ്മൾ വേണ്ട എത്ര മൈക്രോഗ്രാം mg-നെക്കാളും കൂടുതൽ കഴിച്ചാൽ എന്ത് ചെയ്യും? പ്രശ്നമൊന്നുമില്ല. എന്ത് ചെയ്യും? The excess amount is excreted in the urine. Okay, അതുകൊണ്ട് തന്നെ it has to be replaced. നമ്മൾ അത് കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി നെക്സ്റ്റ് നോക്കാം. ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻസ്. ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻസ് ആണ് ആര്? എ ഡി ഇ കെ അല്ലെ? വൈറ്റമിൻ എ ഡി ഇ ആൻഡ് കെ ആണ് ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻസ്. ആൻഡ് എന്താണ്? നമ്മുടെ ഫുഡിനകത്ത് തന്നെയുള്ള ഫാറ്റിന്റെ ഹെൽപ്പിലാണ് അത് എന്ത് ചെയ്യുന്നത്? ഇറ്റ് ഇസ് ഡൈജസ്റ്റഡ് ആൻഡ് അബ്സോർബ്. പിന്നെ ഇറ്റ് ക്യാൻ ബി സ്റ്റോർഡ് in the body for a long time. Okay, they can be stored in the body for a long time. And അതെവിടെ സ്റ്റോർ ചെയ്യുന്നത്? ഫാറ്റി ടിഷ്യൂസ് ആൻഡ് ഇൻ ദ ലിവർ. ഓക്കെ, ബോഡിക്കകത്ത് സ്റ്റോർ ചെയ്യുന്നത് ഫാറ്റി ടിഷ്യൂസിലും. ഫാറ്റിന് ടിഷ്യൂസ് ഉണ്ടാവില്ല ആൻഡ് ലിവറിലാണ് ഇവർ എന്ത് ചെയ്യുന്നത്? സ്റ്റോർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്തില്ല? സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ they need not be supplemented frequently as the water soluble vitamins. പക്ഷെ അതിനൊരു കുഴപ്പം എന്താണ്? Since the body has no way of getting rid of them until used, care must be taken to avoid the overdose. അപ്പൊ അതുകൊണ്ട് തന്നെ വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻസ് നമ്മൾ എക്സസ് കഴിച്ചാൽ ഇറ്റ് വിൽ ബി എക്സ്ക്രീറ്റഡ് ഇൻ ദ യൂറിൻ. ഓക്കെ, അത് ഫർദർ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. ബട്ട് വാട്ടർ സൊല്യൂബിൾ ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻസ് എന്താണ്? ദേ ക്യാൻ ബി സ്റ്റോർഡ് ഇൻ ദ ബോഡി ആൻഡ് അത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല എങ്കിൽ നമ്മൾ ഒരു ദിവസത്തെ റിക്വയർമെന്റിന് എക്സസ് നമ്മൾ കഴിച്ചാൽ ദർ ഇസ് നോ മെക്കാനിസം ടു ഗെറ്റ് റിഡ് ഓഫ് ദം. അതുകൊണ്ട് തന്നെ ഓവർഡോസ് ആയിക്കഴിഞ്ഞാൽ ഇതൊരു പ്രോബ്ലം ആണ്. ബിക്കോസ് ഇറ്റ് വിൽ പെർസിസ്റ്റ് ഇൻ ദ ബോഡി. ലിവറിലും ഫാറ്റി ടിഷ്യൂവിലും ഡെപ്പോസിറ്റഡ് ആയി കിടക്കും. സോ ഓവർഡോസ് ഒഴിവാക്കണം ഇൻ ദ കേസ് ഓഫ് എ ഡി ഇ ആൻഡ് കെ. ഇനി വൺ ബൈ വൺ ആയിട്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൈറ്റമിൻസ് നമ്മൾ നോക്കുന്നു. ഫസ്റ്റ് വൺ ഇസ് വൈറ്റമിൻ എ, റെറ്റിനോൾ. നമുക്കറിയാം റെറ്റിന എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഐസൈറ്റിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ണിന്റെ പോർഷനാണ്. അപ്പോൾ കണ്ണിന്റെ ഫംഗ്ഷന് വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൈറ്റമിൻ ആണ് എന്ത്? റെറ്റിനോൾ. നമ്മുടെ കാഴ്ചക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൈറ്റമിൻ ആണ് റെറ്റിനോൾ എന്ന് പറയുന്നത്. C20, H29, OH ആണ്. ഓൾ എന്ന് പറയുന്നത് ആൽക്കഹോൾ പാർട്ട് ഉള്ളതുകൊണ്ടാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ആൽക്കഹോൾ, OH അല്ല. അതുകൊണ്ടാണ് ആൽക്കഹോൾ റെറ്റിനോൾ എന്ന് വിളിക്കുന്നത്. അൺസാച്ചുറേറ്റഡ് ഡബിൾ ബോണ്ട് ഉണ്ട്, കോഞ്ചുഗേറ്റഡ് ഡബിൾ ബോണ്ട്സ് 5 എണ്ണം ഉണ്ട്. ആൻഡ് ഇവിടെ നിങ്ങളുടെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്ത് ചോദിക്കാം? കുറെ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത് ജസ്റ്റ് സ്ട്രക്ചർ വരക്കാനാണ് എനി ഓഫ് ദ വൈറ്റമിൻസ്. അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഒരു വൈറ്റമിന്റെ പേര് പറയും, അതിന്റെ അവൈലബിലിറ്റി എന്താണ്, സോഴ്സസ് എന്നും അതിന്റെ ഫംഗ്ഷൻസും അതിന്റെ ഡെഫിഷ്യൻസി ഡിസീസസ്. പിന്നെ ഡെഫിഷ്യൻസി ഡിസീസ് മെയിൻ ആയിട്ട് ചോദിച്ചിട്ട് കാണുന്നത് ഇവിടെയാണ്. 1 മാർക്കിന്റെ ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് പാർട്ടിൽ ചോയ്സ് ഇല്ലാതെ. അപ്പൊ അതിനകത്തും ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ എ കോസസ് ഡാഷ് അങ്ങനെ
ചോദിച്ചിട്ട് കാണാറുണ്ട്. അപ്പോൾ നിങ്ങൾ സ്ട്രക്ചർ ബൈ ഹാർട്ട് ചെയ്യണം ആൻഡ് സോഴ്സസും ഫങ്ഷൻസും പഠിക്കണം. ആൻഡ് ഡെഫിഷ്യൻസി ഡിസീസസ് 3 സെക്ഷൻ ആയിട്ടാണ് ഉള്ളത്. ഇവിടെ നോക്കുക, പറഞ്ഞു നമ്മൾ ഇറ്റ്സ് എ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ. പിന്നെ സോഴ്സസ് ആർ മിൽക്ക്, കുറച്ചൊക്കെ സോഴ്സ് ഏകദേശം മിൽക്ക്, ബട്ടർ, എഗ്സ് ഒക്കെ ഓൾമോസ്റ്റ് എല്ലാത്തിനും വരുന്നതാണ്. അപ്പോൾ അത് നോക്കിയിട്ട് എന്ത് ചെയ്താൽ മതി, പഠിച്ചു വെച്ചാൽ മതി. കുറച്ചെണ്ണം കോമൺ ആയിട്ടുള്ള സാധനങ്ങൾ പഠിച്ചു വെച്ചാൽ എല്ലാത്തിനും അത് എഴുതാം. പിന്നെ ചില സ്പെസിഫിക് ആയ സാധനങ്ങൾ ഉണ്ടാവും. നമുക്കറിയാം എന്താ വൈറ്റമിൻ എ, നമ്മൾ പറയാറുണ്ട് പച്ച ഇലകൾ കഴിക്കണം. ഇലക്കറികളിൽ ഏറ്റവും അധികമുള്ള വൈറ്റമിൻ ആണ് എന്ത്, വൈറ്റമിൻ എ എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രീൻ വെജിറ്റബിൾസ്, ലീഫി വെജിറ്റബിൾസ്, ടൊമാറ്റോ, ക്യാരറ്റ്സ് എക്സെട്ര, ഇതിനകത്തൊക്കെ എന്തുണ്ട്, വൈറ്റമിൻ എ ഉണ്ട്. പിന്നെ അതെന്തിനാണ്, ഇറ്റ്സ് റിക്വയർഡ് ഫോർ ദ നോർമൽ സ്കെൽറ്റൽ ഡെവലപ്മെന്റ് ഓഫ് ദി ബോഡി. പിന്നെ ഡിസീസ് റെസിസ്റ്റൻസ് കൂട്ടും. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി എന്താണ്, പ്രോപ്പർട്ടി ഓഫ് വിഷൻ. നമ്മുടെ കാഴ്ചയ്ക്ക് ഏറ്റവും അധികം വേണ്ട വൈറ്റമിൻ ഇസ് വൈറ്റമിൻ എ. ആൻഡ് therefore deficiency causes night blindness. നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ, ലോസ് ഓഫ് നൈറ്റ് വിഷൻ, രാത്രിയിൽ കാഴ്ച മങ്ങുക, അതാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. അതുപോലെ സിറോസിസ് മറ്റൊരു ഡിസീസ് ആണ്. സ്കിൻ ഡ്രൈ ആവുക, ഡ്രൈങ് അപ്പ് ഓഫ് ദി സ്കിൻ. പിന്നെ മ്യൂക്കസ് മെംബ്രെയിൻ്റെ സ്പെഷ്യാലിറ്റി തന്നെ കുറച്ചധികം എന്തായിട്ടാണ് ഉണ്ടാവുക, മോയിസ്റ്റ് ആയിട്ടാണ് മ്യൂക്കസ് മെംബ്രെയിൻ ഉണ്ടാവുക അല്ലേ. അപ്പോൾ അത് ക്രാക്ക് ചെയ്യും, അപ്പോൾ മോയ്സ്ചർ കണ്ടന്റ് കുറക്കും. അങ്ങനെ ഈ 3 ആണ് ഏറ്റവും മെയിൻ പ്രോബ്ലം. ഇനി പ്രൊലോങ്ഡ് ഡെഫിഷ്യൻസി ഡിസീസസ്, സിറോഫ്താൽമിയ, കുറച്ചും കൂടെ സീരിയസ് കണ്ടീഷനാണ് സിറോഫ്താൽമിയ എന്ന് പറയുന്നത്. ഓക്കെ, അതെന്തെന്ന് വെച്ചാൽ നമ്മുടെ കോർണിയാണ് കണ്ണിന്റെ മെയിൻ പാർട്ട് എന്ന് പറഞ്ഞു, ലൈറ്റ് ഉള്ളിലേക്ക് എടുക്കുന്നത്. അപ്പോൾ ആ കോർണിയ എന്ത് ചെയ്യും, ഹാർഡൻ ചെയ്യും. കോർണിയ ഹാർഡൻ ആവുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ബിക്കംസ് ഒപ്പാക്ക്. അത് ഏറ്റവും ട്രാൻസ്പെറന്റ് ആയിട്ട് ഉണ്ടാവേണ്ട സെക്ഷനാണ് കോർണിയ എന്ന് പറയുന്നത്, ലെൻസിന് മുന്നേ ഉള്ളതല്ലേ. അപ്പോൾ അതിലൂടെയാണ് ലൈറ്റ് ഉള്ളിലോട്ട് പോവുക. അപ്പോൾ കോർണിയ ഒപ്പാക്ക് ആവുന്ന സമയത്ത് ഇറ്റ് കോസസ് എന്താ, വിഷനെ എന്ത് ചെയ്യും, അത് ഡാമ്പർ ചെയ്യും. എന്ന് വെച്ചാൽ വിഷൻ എന്ത് ചെയ്യും, വിഷൻ കുറക്കും. ഒപ്പാക്ക് ആവുമ്പോൾ ആ ലെൻസ്, നമ്മുടെ കോർണിയ എത്രത്തോളം ഒപ്പാക്ക് ആവുന്നു അത്രത്തോളം നമ്മുടെ ഐസൈറ്റ് കുറയും. ഓക്കെ, ഇറ്റ് കോസസ് ബ്ലൈൻഡ്നെസ്. ഓക്കെ, ഇതാണ് വൈറ്റമിൻ എയുടെ മെയിൻ ഫങ്ഷൻസ്. അതിന്റെ സോഴ്സ് പറഞ്ഞു, ഫങ്ഷൻസ് പറഞ്ഞു, ആൻഡ് ഡെഫിഷ്യൻസി ഡിസീസസ് ഓൾസോ, ആൻഡ് സ്ട്രക്ചർ. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് വൈറ്റമിൻ ബി കോംപ്ലക്സ്. നമ്മൾ പറഞ്ഞു B1 to B12 ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്. ആൻഡ് വി ആർ നോട്ട് ഡിസ്കസിങ് ഓൾ ഓഫ് ദം. B1 to B12 ഡിസ്കസ് ചെയ്യുന്നില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 പേര്, 3-4 പേരാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഇസ് വൈറ്റമിൻ B1 ആൻഡ് ദിസ് ഇസ് കോൾഡ് തയാമിൻ. ഇതാണ് തയാമിൻ. ഓക്കെ, കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ, സൾഫർ ആൻഡ് ക്ലോറിൻ, ഇത്രയും ആൾക്കാരുണ്ട് തയാമിനിൽ. ദിസ് ഇസ് ദ സ്ട്രക്ചർ ഓഫ് വൈറ്റമിൻ B1. പഠിക്കണം, ഇത് അതേപോലെ പഠിക്കണം, ബൈ ഹാർട്ട് ചെയ്യാൻ അല്ലാണ്ട് മറ്റു വഴിയൊന്നുമില്ല. യു ഹാവ് ടു സ്റ്റഡി. അപ്പോൾ ഇവിടെയും NH2 ഗ്രൂപ്പ് ഉണ്ട്, OH ഗ്രൂപ്പ് ഉണ്ട്, കുറേ പേരുണ്ട്. ആൻഡ് സോഴ്സസ് ആർ, നേരത്തെ പറഞ്ഞു മിൽക്ക്, ഓൾമോസ്റ്റ് എല്ലാത്തിലും എഴുതാം. അതുപോലെ ഗ്രീൻ വെജിറ്റബിൾസും ഓൾമോസ്റ്റ് എല്ലാത്തിനും കൂടെ വരും. എഗ്സ്, ഓക്കെ, സിറിയൽ ഗ്രെയിൻസ് എക്സെട്ര. പിന്നെ ഇതിന്റെ ഫംഗ്ഷൻ, ഇറ്റ് ഹെൽപ്സ് ഇൻ ദ ഫംഗ്ഷനിങ് ഓഫ് ഹാർട്ട്, നെർവ്സ് ആൻഡ് മസിൽസ്. ഓക്കെ, ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസ്. പിന്നെ ഡെഫിഷ്യൻസി കോസസ് ഡിസീസ് ബെറിബെറി. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിഷ്യൻസി ഡിസീസ് ഇതാണ് ബെറിബെറി. Okay, it's a form of muscle paralysis resulting from the inflammation of several nerves simultaneously. നമ്മുടെ നെർവസ് ബ്രേക്ക് ഡൗൺ കൊണ്ടാണ് എന്തുണ്ടാവുന്നത്, ബെറിബെറി ഉണ്ടാവുന്നത്. നെർവ്സിൽ ഇൻഫ്ലമേഷൻ വരുന്നു, അതുകൊണ്ട് നെർവ്സ് ആണ് മസിൽസിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ നെർവ്സിലുള്ള പ്രശ്നം കൊണ്ട് മസിലിന്റെ ഫംഗ്ഷൻ ശരിക്കും നടക്കില്ല. ഇറ്റ് കോസസ് എന്ത്, മസിൽ പാരാലിസിസ്. ഇതാണ് ബെറിബെറി. And next one is B2 and or this is called riboflavin. Okay, riboflavin. B2 is riboflavin. This is the structure. Kore OH groups കാണുന്നുണ്ട്. And this is structure of vitamin B2. നേരത്തെ പറഞ്ഞ പോലെ മിൽക്കിലുണ്ട്, ഗ്രീൻ വെജിറ്റബിൾസ്, എഗ്സ്, ഇതൊക്കെ ഈ 3 ആൾക്കാർ ഏകദേശം എല്ലാത്തിലും ഉള്ളതാണ്. മിൽക്ക്, ഗ്രീൻ വെജിറ്റബിൾസ്, എഗ്സ് എന്നുള്ളത് ഹോൾ ഗ്രെയിൻസ്. ബാക്കിയുള്ള കാര്യങ്ങൾ എഴുതാം. Now, it's essential to keep healthy skin and for the normal functioning of the ഇവിടെയും കണ്ണിന്റെ ഫംഗ്ഷനിങ്ങിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഹെൽത്തി സ്കിന്നിന് വേണ്ടിയിട്ട് ഇത് കഴിക്കണം. പിന്നെ മറ്റൊരു ബയോകെമിക്കലി എന്താണ്, ഇറ്റ് ഹെൽപ്സ് ഇൻ ദ യൂട്ടിലൈസേഷൻ ഓഫ് ഓക്സിജൻ ഇൻ കാർബോഹൈഡ്രേറ്റ് ആൻഡ് പ്രോട്ടീൻ മെറ്റബോളിസം. ആൻഡ് ഡെഫിഷ്യൻസി കോസസ് ഡെർമറ്റൈറ്റിസ്. ഡെർമറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താ, സ്കിന്നിന്റെ ഡിസോർഡേഴ്സ് ആണ് ഡെർമറ്റൈറ്റിസ് എന്ന് പറയാം. പിന്നെ നമ്മൾ കേട്ടൊരു ഡെഫിഷ്യൻസി ഡിസീസ് ആണ് ഗ്ലോസൈറ്റിസ്. ഗ്ലോസൈറ്റിസ് എന്ന് പറഞ്ഞാൽ ടങ് ഇൻഫ്ലമേഷൻ. ഓക്കെ, നമ്മുടെ നാവിൽ എന്ത് ചെയ്യുന്നു, ഇൻഫ്ലമേഷൻ, വീക്കം വരാം. ഓക്കെ, ഇത് രണ്ടാണ് മെയിൻ ആയിട്ടുള്ള ഡെഫിഷ്യൻസി ഡിസീസസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് B6. B6ഉം ഒരാളല്ല, B6നകത്ത് സിമിലർ സ്ട്രക്ചറുള്ള, സിമിലർ പ്രോപ്പർട്ടീസ് ഉള്ള 3 പേരുണ്ട്. പിരിഡോക്സിൻ, പിരിഡോക്സാൽ ആൻഡ് പിരിഡോക്സിലമൈൻ.
ഓക്കെ, pyridoxine സ്ട്രക്ചർ നോക്കിയാൽ കാണാം ഈ ബേസിക് സ്ട്രക്ചർ അതാണ് pyridoxine. pyridine റിംഗ് അല്ലേ, നിങ്ങൾ ഹെറ്ററോസൈക്ലിക്കും പാരലലി പഠിക്കുന്നതല്ലേ. അപ്പോൾ pyridoxine ആ ബേസിക് റിംഗ് ഇസ് ദ സെയിം. ആ സൈഡ് ഗ്രൂപ്പ്സ് മാത്രമാണ് ഡിഫറെന്റ് ആയിട്ടുള്ളത്. pyridoxineൽ 3 ആൽക്കഹോൾ ഗ്രൂപ്പ് ഉണ്ട്. 2 പ്രൈമറി ആൽക്കഹോളും 2 പ്രൈമറി ആൽക്കഹോൾ ഉണ്ട്, ഒരു സെക്കൻഡറി ആൽക്കഹോൾ. റിംഗിൽ തന്നെയുള്ള ഒരു ആൽക്കഹോൾ ഉണ്ട്. pyridoxal എന്ന് പറയുമ്പോൾ ആൽഡിഹൈഡ് വന്നു, പേര് തന്നെ ഉണ്ട് ആൽഡിഹൈഡ് ഫംഗ്ഷണൽ ഗ്രൂപ്പ്. ആൻഡ് pyridoxal അമീൻ, അമീൻ എന്ന് പറയുമ്പോൾ എന്താ NH2. ഓക്കെ, ഇതാണ് 3 പേര്. ഓക്കെ, അത് അവർ ഒരുമിച്ചാണ് വൈറ്റമിൻ B6 എന്ന് പറയാം. അപ്പോൾ സോഴ്സസ് മിൽക്ക്, എഗ്സ്, വെജിറ്റബിൾസ് ഇല്ല. ഓക്കെ, ഇവിടെ മാത്രം ലീഫി വെജിറ്റബിൾസ് ഇല്ല. ഓക്കെ, cereals, grains, liver, etc. ഇതാണ് വൈറ്റമിൻ B6ന്റെ സോഴ്സസ് എന്ന് പറയുന്നത്. And this is involved in the metabolism of fatty acids and proteins. Fatty acids and proteins in degradation and synthesis lokke idinte function undu. Okay, and it helps in the functioning of CNS, central nervous system, and keeping the skin healthy. Idana properties, functions. Deficiency causes pellagra. Pellagra means shriveled skin. Skin and ingane kore cut pole skin il ingane vindu kerunnadana pellagra ennu parayunnathu. Anemia, anemia എന്നാണ് വളർച്ച. Insomnia, insomnia means ഉറക്ക കുറവാണ്. Insomnia, nervous disorders, etc. Weakness, convulsions, etc. Okay, ഇതാണ് main deficiency diseases of vitamin B6. And the last one to be discussed here, നമ്മൾ പറഞ്ഞു out of 12 vitamins we are discussing about only 4. Okay, vitamin B12, or it's called cyanocobalamin. Cyanocobalamin. It's a large complex molecule. It's a large complex molecule. Cobalt atom ഇവിടെ ടെക്സ്റ്റ് ശരിക്കും ഇത്ര വലുതായതുകൊണ്ട് തന്നെ അത് പഠിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് ടെക്സ്റ്റിൽ തരാതിരിക്കുന്നത്. ബട്ട് നോക്കുക, ദിസ് ഇസ് ദ സ്ട്രക്ചർ. അവിടെ നിങ്ങൾക്ക് കാണാം സയനോകൊബാലമിൻ മീൻസ് എന്തുണ്ട്, കൊബാൾട്ട് ഗ്രൂപ്പ് ഉണ്ട്, കൊബാൾട്ട് ആറ്റം ഉണ്ട്. ഇതാണ് നടുക്ക് ആ സ്ട്രക്ചറിന്റെ ഏറ്റവും നടുവിലായിട്ട് എന്തുണ്ട്, കൊബാൾട്ട് ഉണ്ട്, കൊബാൾട്ട് മെറ്റൽ. നിങ്ങൾ ഓർഗാനിക് കെമിസ്ട്രി പഠിക്കാനില്ലേ? ബയോ ഓർഗാനിക് കെമിസ്ട്രി ആണെന്നാണ് എൻ്റെ പേര്. ഈ ഒരു സെമ തന്നെയുള്ള ചാപ്റ്റർ ആണ്. അപ്പൊ അതിനകത്ത് നിങ്ങൾ കോപ്പറേറ്റിവിറ്റി ഇഫക്റ്റും ഹിമോഗ്ലോബിന്റെ ഫംഗ്ഷൻസ് ഒക്കെ പഠിക്കുന്നുണ്ട്. അതിനകത്ത് നിങ്ങൾ കാണും ഹിമോഗ്ലോബിൻ സ്ട്രക്ചറിൽ എന്താ ഉള്ളത്, ഒരു പോർഫൈറിൻ റിംഗ്. അയൺ ഇസ് എൻ Fe2+ സ്റ്റേറ്റ് ആൻഡ് ഇറ്റ് ഇസ് സറൗണ്ടഡ് ബൈ എ പോർഫൈറിൻ റിംഗ് ഓഫ് ഹിമോഗ്ലോബിൻ എന്ന് കാണും. അപ്പോൾ ഇത് സെയിം പോർഫൈറിൻ റിംഗ് ആണ് ഇവിടെയുള്ളത്. സി, നൈട്രജൻ ആറ്റംസ്, പോർഫൈറിൻ റിംഗ് എന്ന് പറഞ്ഞാൽ പൈറോൾ ആറ്റംസ് ആണ്, അവർ കണക്ട് ചെയ്തതാണ് പോർഫൈറിൻ എന്ന് പറയുന്നത്. സോറി, പൈറോൾ മോളിക്യൂൾസ് ആണ് അവർ കണക്ട് ചെയ്തിട്ടുണ്ടാക്കുന്ന ഒരു 4 പൈറോൾ മോളിക്യൂൾസ് കണക്ട് ചെയ്തുണ്ടാക്കുന്ന ഒരു റിംഗ് സിസ്റ്റം ആണ് പോർഫൈറിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം 4 പൈറോൾ മോളിക്യൂൾസ് കാണാം. അപ്പോൾ അതിന് നൈട്രജൻ ആറ്റംസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ആ നൈട്രജൻ 4 പേരും എന്ത് ചെയ്യുന്നു, കോർഡിനേറ്റ് ചെയ്യുന്നു, സറൗണ്ട് ചെയ്തിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നു ടു ദ കൊബാൾട്ട് ആറ്റം. ഇതാണ് അതിന്റെ സ്ട്രക്ചർ. ഇനി ഇതും ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള അറേഞ്ച്മെന്റ് ആണ്. കുറേ കുറേ സൈഡ് ചെയിൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ജസ്റ്റ് ആ കൺസെപ്റ്റ് മനസ്സിലാക്കിയിരിക്കുക. ഇതിന് മാത്രം സ്ട്രക്ചർ നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഇറ്റ്സ് എ വെരി ലാർജ് സ്ട്രക്ചർ. ബട്ട് മനസ്സിലാക്കിയിരിക്കുക എന്താണ് ഹിമോഗ്ലോബിന്റെ സ്ട്രക്ചർ. നമ്മൾ പറയുന്നത് പോലെ എന്ത് ചെയ്യുന്നു, പോർഫൈറിൻ റിംഗിന്റെ നടുവിലായിട്ട് ആരാ ഉള്ളത്, ഹിമോഗ്ലോബിനിലെ അയൺ ആയിരുന്നു ഇൻ Fe2+ സ്റ്റേറ്റ്, ബട്ട് ഇൻ ദ കേസ് ഓഫ് വൈറ്റമിൻ B12 ദാറ്റ് ഇസ് കൊബാൾട്ട്. ഓക്കെ, കൊബാൾട്ട്. യെസ്, അപ്പോൾ ഇതാണ് സ്ട്രക്ചർ. ഇനി ഒക്കറൻസ് മിൽക്ക് എഗ്സ് സെയിം ആണ്. ഇതുവരെയുള്ള എല്ലാത്തിലും മിൽക്കും എഗ്സും ഉണ്ട്. ചിലതിൽ ലീഫി വെജിറ്റബിൾസ് ഉണ്ട് ആദ്യത്തേലൊക്കെ, പിന്നെ ഇല്ല. പിന്നെ ഓൾമോസ്റ്റ് എല്ലാത്തിലും ഉണ്ട്. ബി ഗ്രൂപ്പ് എല്ലാത്തിനും എഴുതാൻ പറ്റുന്നത് ലിവർ, ഫിഷ്, മീറ്റിലൊക്കെ ബി ഗ്രൂപ്പിൽ എല്ലാവരും ഉണ്ട്. ഓക്കെ, അതപ്പോൾ ശ്രദ്ധിച്ചിട്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കോമൺ ആയിട്ടുള്ളത് പഠിച്ചു നോക്കാം. പിന്നെ ഇറ്റ്സ് ബയോകെമിക്കലി ഇൻവോൾവ് ഇൻ ഐസോമെറിസം ആൻഡ് ഡീഹൈഡ്രേഷൻ റിയാക്ഷൻസ്. നമ്മുടെ ബോഡിക്കകത്ത് നടക്കുന്ന ഐസോമെറിസം റിയാക്ഷൻസും ഡീഹൈഡ്രേഷൻ, വാട്ടർ എലിമിനേഷൻ റിയാക്ഷൻസിലാണ് ഇതിന്റെ ഫംഗ്ഷൻ. ഓക്കെ, ഡെഫിഷ്യൻസി കോസസ് പെർനീഷ്യസ് അനീമിയ. ഓക്കെ, ആൻഡ് ഡിഗ്രഡേഷൻ ഓഫ് സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡിന്റെ ഡിഗ്രഡേഷൻ ആൻഡ് പെർനീഷ്യസ് അനീമിയ ആണ് ഇതുണ്ടാക്കുന്ന ഡിസീസ്, ഇതിന് ഡെഫിഷ്യൻസി ഉണ്ടാക്കുന്ന ഡിസീസ്. And vitamin C, B complex നമ്മൾ പറഞ്ഞു. Next is vitamin C, or it's known as ascorbic acid. Vitamin C or ascorbic acid. നമുക്കറിയാം ഇപ്പൊ ഏറ്റവും അധികം കോവിഡ് സമയത്ത് ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് വന്ന ഒരാളാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. ഓക്കെ, അത് ച്യൂവബിൾ ടാബ്ലറ്റ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ്. ഒരു ചെറിയ പുളി ഉണ്ടാവും വൈറ്റമിൻ സി എന്നൊക്കെ. എന്താ നമുക്കറിയാം, സിട്രസ് ഫ്രൂട്ട്സിലാണ് അത് ഉള്ളത്, ലെമൺസ്, ഓറഞ്ചസ്, എക്സെട്ര. പിന്നെ നെല്ലിക്കയിലും ഉണ്ട്. നമ്മുടെ നാടൻ നെല്ലിക്കയിൽ ഒരു ഓറഞ്ചിന്റെ 3 ടൈംസ് വൈറ്റമിൻ സി ഉണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഓക്കെ, ബട്ട് നോർമലി നമ്മൾ പറയും സിട്രസ് ഫ്രൂട്ട്സ് ഇസ് ദ സോഴ്സ് ഫോർ എന്ത്, വൈറ്റമിൻ സി. അപ്പോൾ കോവിഡ് സമയം അത് നോക്കാം, അതിന്റെ ഫംഗ്ഷൻസിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇറ്റ് ഇൻക്രീസസ് അവർ ഇമ്മ്യൂണിറ്റി. ബോഡീന്റെ ഇമ്മ്യൂൺ സിസ്റ്റം എന്ത് ചെയ്യും, കുറച്ചും കൂടെ സ്റ്റെബിലൈസ് ചെയ്യും. അതുകൊണ്ടാണ്
അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതിന് ഏറ്റവും അധികം COVID-19 സമയത്ത് ഒരു പ്രിവെന്റീവ് മെഷർ, കോവിഡ് വന്നവരും കഴിക്കണമെന്ന് പറയുന്നുണ്ട്, അല്ലാത്തവരും ഒരു പ്രിവെന്റീവ് മെഷേഴ്സ് ആയിട്ട് വരാതിരിക്കേണ്ട ഒരു സ്റ്റെപ്പ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വൈറ്റമിൻ സി ടാബ്ലറ്റ്സ് കഴിക്കുന്നവരുണ്ട്. ഓക്കെ, അപ്പോൾ സിട്രസ് ഫ്രൂട്ട്സിലാണ് ദീസ് ആർ റിച്ച് ഇൻ വൈറ്റമിൻസ്. അപ്പോൾ നമ്മൾ ഇവിടെ മറ്റേ മിൽക്ക്, എഗ്, ലീഫി വെജിറ്റബിൾ എന്നൊന്നും എഴുതി വെക്കരുത്. വൈറ്റമിൻ സി ചോദിച്ചാൽ മെയിൻ സോഴ്സ് എന്ത് തന്നെ എഴുതണം, സിട്രസ് ഫ്രൂട്ട്സ്. ഓക്കെ, പിന്നെ ഇറ്റ്സ് ഓൾസോ പ്രസന്റ് ഇൻ സ്ട്രോബെറീസ്. നമുക്കറിയാം ചെറിയൊരു പുളി രസമാണ് സ്ട്രോബെറിക്ക് ഉള്ളത്. അപ്പോൾ സ്ട്രോബെറീസ്, ടൊമാറ്റോസ്, ഇവിടെ ലീഫി വെജിറ്റബിൾസ് എക്സെട്ര ഇതിലൊക്കെ ഉണ്ട്. ഇനി നമ്മൾ വിചാരിക്കുന്നത് വി അസ്യൂം ദാറ്റ് ദേ ഫംഗ്ഷൻ ഇൻ അമിനോ ആസിഡ് ആൻഡ് കൊളസ്ട്രോൾ മെറ്റബോളിസം. ബട്ട് ആക്ച്വലി ഇതിന്റെ ശരിക്കും ഫംഗ്ഷൻ എന്താണെന്ന് ഇറ്റ്സ് നോട്ട് യെറ്റ് വെരി ക്ലിയർ. ഓക്കെ, ഇത് ഇതുവരെ കറക്റ്റ് ഇതിന്റെ മെറ്റബോളിസം എങ്ങനെയാണ്, ഹൗ ഡസ് ഇറ്റ് വർക്ക് ഇൻ ദ ബോഡി എന്നുള്ളത് ഇറ്റ്സ് നോട്ട് യെറ്റ് വെരി ക്ലിയർ. സ്റ്റിൽ സ്റ്റഡീസ് ആർ ഗോയിങ് ഓൺ. It keeps teeth, gums and joints healthy, helps in the healing of wounds and give resistance to the body against diseases and infections. നോക്കുക, നമ്മൾ പറഞ്ഞു COVID-19 സമയത്ത് ഏറ്റവും അധികം ഇതിന് ഇമ്പോർട്ടൻസ് വരാനും കാരണം ഇതാണ്. It gives resistance to the body against diseases and infections. ഇനി നെക്സ്റ്റ് വൺ, ഡെഫിഷ്യൻസി ഓഫ് ഡിസീസസ്. സ്കർവി, നമ്മൾ സ്കർവി പഠിച്ചതാണ് പണ്ട് തൊട്ടേ, ചെറിയ ക്ലാസ് തൊട്ടേ പഠിക്കുന്നതാണ്. ബ്ലീഡിംഗ് ഓഫ് ഗംസ് ആണ് സ്കർവി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ പയോറിയ. പയോറിയ മീൻസ് ലൂസനിങ് ആൻഡ് ബ്ലീഡിംഗ് ഓഫ് ടീത്ത്. പല്ല് മോണയിൽ ഉറക്കാതെ എന്ത് ചെയ്യുന്നത്, ലൂസ് ആവുക, അവളിലേക്കൂടെ രക്തം വരിക, ഇതാണ് പയോറിയ എന്ന് പറയുന്നത്. ആൻഡ് മസ്കുലാർ ഡീജനറേഷൻ, ഇതാണ് വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാവുന്ന ഡിസീസസ്. അതർ വൈറ്റമിൻസ് ഇൻക്ലൂഡ് ഡി, ഇ ആൻഡ് കെ. കുറച്ച് കാര്യങ്ങൾ പറയാം. വൈറ്റമിൻ ഡി പറഞ്ഞു, ഇറ്റ് ക്യാൻ ബി സിന്തസൈസ്ഡ് ഇൻസൈഡ് അവർ ബോഡി. ഓക്കെ, ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. അതുകൊണ്ട് ഇളവെയിൽ കൊള്ളണം രാവിലെ എന്നൊക്കെ പറയുന്നത് ഇതുകൊണ്ടാണ്. Okay, it's found in milk, fish liver oil, eggs, yeast, etc. ഇതിനകത്തിലെ രണ്ട് പേര് D2 ഉം D3 ആണ്. ഇതും ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്. അപ്പോൾ D2 ഉം D3 ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാർ. D2 is calciferol and D3 is cholecalciferol. ഓക്കെ, അപ്പോൾ D3 ആണ് ഉണ്ടാവുന്നത് എങ്ങനെ, നമ്മുടെ ബോഡിക്കകത്ത് സിന്തസൈസ് ചെയ്യാൻ പറ്റുക. It is formed in the skin of animals by the action of sunlight on 7-dehydro കൊളസ്ട്രോളിലെ കൊളസ്ട്രോൾ മോളിക്യൂൾ നമുക്കറിയാം. അതിൽ 7th പൊസിഷനിൽ ഹൈഡ്രജൻ ഇല്ലാതിരിക്കുന്ന ആ സ്ട്രക്ചറിൽ എന്ത് ചെയ്യും, 7-dehydro കൊളസ്ട്രോൾ എന്ത് ചെയ്യും, അതിൽ സൺലൈറ്റിന്റെ പ്രസൻസിൽ എന്ത് ചെയ്യാം, ഈ ദിസ് വൈറ്റമിൻ ഡി വിൽ ബി സിന്തസൈസ്ഡ് ഇൻസൈഡ് അവർ ബോഡി. ഇറ്റ് കൺട്രോൾസ് കാൽഷ്യം ആൻഡ് ഫോസ്ഫറസ് മെറ്റബോളിസം. ഇതാണ് അതിന്റെ ഫംഗ്ഷൻ, കാൽഷ്യം ആൻഡ് ഫോസ്ഫറസ് മെറ്റബോളിസം. ഈ ഡെഫിഷ്യൻസി ലീഡ്സ് ടു റിക്കറ്റ്സ്. ഈ ഡിസീസും നമ്മൾ കേട്ടതാണ്. റിക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ ബെൻഡിങ് ഓഫ് ബോൺസ് ഡ്യൂ ടു ദെയർ അബ്നോർമൽ ഫോർമേഷൻ. ഈ ബോൺസിന് ശക്തി ഇല്ലാതിരിക്കുക, അപ്പൊ അത് ബെൻഡ് ചെയ്യും, ഈസിലി ബ്രേക്ക് ആവുകയും ചെയ്യാം. ഈ ഒരു അവസ്ഥയാണ് റിക്കറ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് കോസസ് ഡിഫോർമേഷൻ ഓഫ് ടീത്ത്. ഓക്കെ, പല്ലിന്റെ ഡിഫോർമേഷനും അതെന്താവുന്നു കാരണമാവുന്നു, ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ ഡി. നോക്കുക, വൈറ്റമിൻ ഇ ഇസ് അതർവൈസ് നോൺ ആസ് ആന്റി-സ്റ്റെറിലിറ്റി വൈറ്റമിൻ. ആന്റി-സ്റ്റെറിലിറ്റി വൈറ്റമിൻ. ഇതും ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്, ഒരു ലോങ് സ്ട്രക്ചർ ആണ്, അതുകൊണ്ടാണ് കൊടുക്കാത്തത്. ടോക്കോഫിറോൾസ് എന്നാണ് പറയാ. ഓക്കെ, ടോക്കോഫിറോൾസ് എന്നാണ് പറയാ, ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്. ഇറ്റ്സ് പ്രസന്റ് ഇൻ മിൽക്ക്, ഗ്രീൻ വെജിറ്റബിൾസ് എക്സെട്ര എക്സെട്ര. ഓക്കെ, ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആള് ആൽഫ ടോക്കോഫിറോൾ ആണ്. ചെറിയ സ്ട്രക്ചറൽ വേരിയേഷൻസേ ഉണ്ടാവുള്ളൂ, ആൽഫ ബീറ്റ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ടാവും. അപ്പോൾ ആൽഫ ടോക്കോഫിറോൾ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്, ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്, എന്താ, റീപ്രൊഡക്റ്റീവ് ഫംഗ്ഷൻ ആണ് ഏറ്റവും അധികം ഉള്ളത്. റിപ്രൊഡക്റ്റീവ് എബിലിറ്റി, ഒരു അനിമലിന്റെ റിപ്രൊഡക്റ്റീവ് എബിലിറ്റിക്ക് ഏറ്റവും അധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വൈറ്റമിൻ ആണ്. ആൻഡ് ദെർഫോർ ഇറ്റ്സ് ഡെഫിഷ്യൻസി കോസസ് സ്റ്റെറിലിറ്റി. ഓക്കെ, വന്ധ്യതക്ക് കാരണമാണ്, കുട്ടികളില്ലാത്ത റിപ്രൊഡക്ഷന് പറ്റാതിരിക്കുക, ആ അവസ്ഥയാണല്ലോ സ്റ്റെറിലിറ്റി എന്ന് പറയുന്നത്. സോ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ ഇ കോസസ് സ്റ്റെറിലിറ്റി. നോക്കുക, വൈറ്റമിൻ കെ ഓർ ഫില്ലോക്വിനോൺ. Vitamin K is otherwise known as phylloquinone. It's present in carrots and leafy vegetables like cabbage, spinach, etc. Okay. ഇതിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ it is required in blood clotting. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ് ബ്ലഡ് ക്ലോട്ടിങ്ങിന്റെ കാര്യം. ഇത് enzyme deficiency ഡിസീസസിന്റെ കേസിൽ we had discussed about the blood clotting. അത് നമ്മളൊരു പെർട്ടിക്കുലർ എൻസൈമിന്റെ ആബ്സെൻസിൽ എന്താണ് പറ്റുന്നത് എന്നൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ ബ്ലഡ് ക്ലോട്ടിങ്ങിന് ഹെൽപ്ഫുൾ ആയിട്ട് അതിന് ആവശ്യമുള്ള
മറ്റൊരാളാണ്, ഒരു എലമെന്റ് ആണ് എന്ത് വൈറ്റമിൻ കെ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡെഫിഷ്യൻസി എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ ഇറ്റ് ഇൻക്രീസസ് ദ ടൈം റിക്വയർഡ് ഫോർ ബ്ലഡ് ക്ലോട്ടിങ്. ഓക്കെ, ഡെഫിഷ്യൻസി ആവശ്യത്തിന് എമൗണ്ട് നമ്മുടെ ബോഡിയിൽ ഇല്ല എങ്കിൽ ബ്ലഡ് ക്ലോട്ടിങ്ങിന്റെ ടൈം എന്ത് ചെയ്യും, കൂടും. അപ്പോൾ ബ്ലഡ് ലോസ് കൂടുതലായിരിക്കും. ആൻഡ് thereby leads to prolonged hemorrhage from bones and skin and muscles. അപ്പോൾ ബ്ലഡ് ലോസ് കൂടും. സോ ഇതിന്റെ കറക്റ്റ് എമൗണ്ട് ഓഫ് വൈറ്റമിൻ കെ ഇസ് നെസസറി. ഓക്കെ, ഇതാണ് അബൌട്ട് the discussion about vitamins. നമ്മൾ പറഞ്ഞു, ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, വാട്ടർ സൊല്യൂബിൾ ആൻഡ് ഫാറ്റ് സൊല്യൂബിൾ. വാട്ടർ സൊല്യൂബിൾ എന്തായിരുന്നു, ബി ആൻഡ് സി, ബി കോംപ്ലക്സ് ആൻഡ് സി ആണ് വാട്ടർ സൊല്യൂബിൾ. ബാക്കിയുള്ള 4 പേരും എ, ഡി, ഇ ആൻഡ് കെ ആർ ഫാറ്റ് സൊല്യൂബിൾ. വൈറ്റമിൻ എനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ബി എന്താണ്, ബി കോംപ്ലക്സ് ആയിട്ടാണ് ഉണ്ടാവുക, B1 to B12. അതിനകത്ത് നമ്മൾ 4 പേരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കി, സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കി. പിന്നെ വൈറ്റമിൻ സിയും അതിന്റെ ആപ്ലിക്കേഷൻസും പറഞ്ഞു. ദെൻ വൈറ്റമിൻ ഡി പറഞ്ഞു, ഇ ആൻഡ് കെ. ഇതിനകത്ത് സ്ട്രക്ചേഴ്സ് കൊടുത്തിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഒക്കെ പഠിക്കുക. അത് അങ്ങനെ തന്നെ എക്സാമിന് വരും. സ്ട്രക്ചേഴ്സ് എഴുതാൻ വേണ്ടി, ജസ്റ്റ് സ്ട്രക്ചർ വരക്കാൻ വേണ്ടി, മറ്റ് എക്സ്പ്ലനേഷൻസ് ഒന്നും വേണ്ട, 2 or 3 മാർക്സ് കിട്ടുകയും ചെയ്യും. അപ്പൊ അത് പഠിക്കാം. സോഴ്സസ് സെലക്ട് ആയിട്ട് എല്ലാത്തിനും പറ്റുന്ന കുറച്ച് സോഴ്സസ് പഠിച്ചു വെക്കുക. പിന്നെ എന്ത് ചെയ്യാം, 2 പോയിന്റ്സ് ഫംഗ്ഷൻസ് എഴുതാനും അതേപോലെ ഡെഫിഷ്യൻസി ഡിസീസസും ക്ലിയർ ആയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ടുഡേ ഐ എം വൈൻഡിങ് അപ്പ്. താങ്ക്സ് ഫോർ വാച്ചിങ്.